ചുമ്മാ കളിക്കല്ലോ കേട്ടോ. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ചുമ്മാ അതൊന്നും പറഞ്ഞ് നടക്കാൻ നിൽക്കണ്ട കേട്ടോ. എപ്പോഴുള്ളവരോട് ആളെ വെറുതെ പറ്റിക്കാൻ നടക്കുന്നത്. വലിയ ഡയലോഗ് നിൽക്കണ്ട കേട്ടോ. വീഡിയോ എടുക്കണം, ചുമ്മാ കളിക്കല്ലോ കേട്ടോ. അവിടെ വീഡിയോ എടുക്കാൻ നിൽക്കല്ലേ. ഇപ്പോഴേ പറഞ്ഞാൽ വാക്ക് പാലിക്കാൻ പറ്റില്ല. ചുമ്മാ വീഡിയോ എടുത്തിട്ട് ചുമ്മാ ഉണ്ടാക്കാൻ നിൽക്കല്ലോ കേട്ടോ. കോംപ്രമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം മോനെ. ഇപ്പൊ നിങ്ങൾ ആയിരിക്കുന്നുണ്ടാവും എന്തായെന്നല്ലേ അതിന്റെ സീക്രട്ട് പറഞ്ഞ കേട്ടോ. കുറെ ദിവസം കൊണ്ട് പറയാണ് KFC പോവാ KFC പോവാന്നല്ലേ. എന്നിട്ട് എന്താ പറയുക, KFCയിലുണ്ടല്ലോ വെനസ്ഡേ ആകുമ്പോൾ ഓഫർ ഉണ്ടാവുമേ. അത്യാവശ്യം വാരി വലിച്ച് കഴിക്കാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു എല്ലാ വെനസ്ഡേയും ചൊവ്വാഴ്ച പറയും കേട്ടോ. ട്യൂസ്ഡേ ആകുമ്പോഴത്തേനും ഒരേ കൊണ്ടുപോകാന്ന് പറയാം. എന്നിട്ട് വെനസ്ഡേ ആകുമ്പോഴത്തേക്ക് പുള്ളിക്ക് എങ്ങൊന്നില്ലാത്ത തിരക്കാരും കേട്ടോ. അന്ന് പോകാനേ പറ്റത്തില്ല കേട്ടോ. എന്നിട്ട് പറയത്തേ ഇല്ലേ, ഞാൻ അങ്ങ് മാറുന്നത്. അപ്പൊ ഇന്നിപ്പോൾ ഞങ്ങൾ ഈവനിങ് പാർക്കിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാട്ടോ. ആ സമയം നോക്കി പറയണേ, അയ്യേ വെനസ്ഡേ കഴിഞ്ഞില്ലേ KFC പോയില്ലല്ലോ. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണ്ടേ. നിങ്ങൾ പറയണ്ടേ. അപ്പോൾ വിട്ട് വിളിച്ച അടുത്ത ആഴ്ചത്തേക്ക് എൻ്റെ പൊന്നു മോനെ നടക്കില്ല. അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ പറഞ്ഞ ആരെല്ലാം കേട്ടിട്ടെ. പിന്നെ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നല്ല ഇത് ഞാൻ ഈ ഡ്രസ്സിങ് കണ്ടിട്ട് കോസ്റ്റ്യൂമില് പാർക്കിലേക്ക് പോകുന്ന നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ഇതെന്താ സംഭവം എന്നറിയോ, നമുക്കിവിടെ വിന്റർ സ്റ്റാർട്ട് ചെയ്ത കേട്ടോ. അപ്പൊ അത്യാവശ്യം ഞങ്ങൾ പോകുന്ന സമയത്ത് തണുപ്പില്ലെങ്കിൽ വരുന്ന സമയത്ത് മരങ്ങളുടെ ഇടയിൽ കൂടിയൊക്കെ ചില്ല് ചെയ്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ. അപ്പൊ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ ആർഭാടമായിട്ടുള്ള ജാക്കറ്റിലിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴി കാണിക്കും. പിന്നെ ഈ ഷോള് ഇതൊന്നും ഇങ്ങനെ കറക്കുന്ന ആയിരിക്കുന്നുണ്ടാവുമല്ലോ, വേറൊന്നല്ല കേട്ടോ. തണുപ്പ് സഹിക്കാം. അതിന്റെ കൂടെ ഇവിടെ മുടിഞ്ഞ പൊടിയാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ട് നമ്മളിനി എത്ര ഷാമ്പൂ ഇട്ട് വിളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഞാൻ ഈസി ആയിട്ട് മുടിയൊക്കെ ഇങ്ങനെ അഴിച്ച് പറിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ ഷോളും ഇല്ലെങ്കിലില്ലേ നാളത്തേക്ക് ഇതിനുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാട്ടോ ഈ കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുന്നത്. അപ്പോൾ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. എന്നോട് വരുന്നല്ലേ അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ഇതുപോലെ പുറത്തോട്ട് ഇറങ്ങാൻ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ ചുമ്മാ കാറ്റും പാടെ ഇങ്ങനെ ഓരോരോ കാഴ്ചകളും കണ്ട് ഞങ്ങൾ നോർമലി അങ്ങനെ കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ പുറത്തോട്ട് പോകും, കുറച്ച് നേരം പാർക്കിലും കാര്യങ്ങളിലൊക്കെ ഇരിക്കും. അധികം സമയം കിട്ടാറില്ല, പക്ഷേ സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. ചുമ്മാ കുറച്ച് നേരം ഒരു വാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും, കുറച്ച് നേരം ജിമ്മിൽ പോകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരിക. തിരിച്ച് വരുന്ന വഴിയിൽ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ റോഡിൻ്റെ പണി നടക്കുകയാണ് കേട്ടോ. അവിടെ ഓവർ ബ്രിഡ്ജ് വരുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ല, കയറുമ്പോൾ തന്നെ പൊടി കൂടുതലാണെന്നുള്ളത്. ഭയങ്കര പൊടി ശല്യമാണ് കേട്ടോ ഇവിടെ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇവിടെ നമുക്ക് പൊടി ഭയങ്കര കൂടുതലാണ് കേട്ടോ. കാര്യം പണി നടക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് പുറത്തേക്കൊക്കെ പോകൽ ഭയങ്കര സീനാണ്. അതിലും വലിയൊരു പ്രശ്നമാണ് കേട്ടോ ഇവിടുത്തെ ഈ റെയിൽവേ ക്രോസിങ്. ഞങ്ങളിനി എങ്ങനെ പോയി കഴിഞ്ഞാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഞങ്ങൾ പെടും കേട്ടോ. ജസ്റ്റ് ഒരു സെക്കൻഡിനായിരിക്കും ഞങ്ങൾ പെട്ടു പോകുന്നത്. പിന്നെന്താണ്, ഇരുന്ന് ബോറടിക്കും. കാര്യം നോർമലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ സാധാരണ പോകുന്ന സമയത്ത് ഒരു ട്രെയിനൊക്കെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നില്ലേ, അങ്ങനത്തെ പരിപാടിയല്ല കേട്ടോ. ചിലപ്പോൾ 1ഉം 2ഉം ട്രെയിനൊക്കെയാണ് പോകാനുണ്ടാവുക. അപ്പോൾ ഇരുന്ന് ഷോക്ക് അടിക്കും. ചില സമയത്ത് ഞങ്ങൾ എവിടെയെങ്കിലും എമർജൻസി ആയിട്ട് പോകാനിരിക്കുമ്പോഴായിരിക്കും റെയിൽവേ ഇതൊന്ന് നമ്മളിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടാകുന്നത്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നേ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലെത്തി കേട്ടോ. ഇതാണ് നമ്മുടെ പാർക്കിൻ്റെ എൻട്രൻസ്. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലുള്ളവരെല്ലാം വൈകിട്ട് വാക്കിങ്ങിനായി കഴിഞ്ഞാലും അതുപോലെ തന്നെ സൈക്ലിങ്, ജിമ്മിങ്, കുട്ടികളുടെ അതായത് ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ട് കേട്ടോ. നമുക്ക് നോർമലി ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യാതെ നമ്മളെ കയറ്റി വിടത്തില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പഞ്ചിങ്ങൊക്കെ ചെയ്ത് നേരെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം നമുക്ക് ഷൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇതിനകത്തേക്ക് ആരെയും കയറ്റി വിടത്തില്ല. ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അവർ ഞങ്ങൾ ഓടിച്ച് വിടും കേട്ടോ. അപ്പം ഷൂസൊക്കെ ഇട്ടിട്ട് വേണം
നമ്മളെപ്പോഴും ഇതിനകത്തേക്ക് കയറാൻ, എങ്കിലേ നമ്മളെ കാഴ്ച കൊടുത്തുള്ളൂ. ഷൂസും അതുപോലെ തന്നെ നമ്മളെ കാർഡും മസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ 3 ഇത് കാണുന്നുണ്ടോ, അതിൽ ഫസ്റ്റ് വന്നു വെച്ചാൽ നമ്മൾ റൺ ചെയ്യാനുള്ളത്, രണ്ടാമത്തത് ജോഗിങ്ങിനുള്ളത്, വാക്കിംഗ്, ജോഗിങ്, സൈക്ലിങ്, അങ്ങനെ 3 ഇതിനാണുള്ളത്. അത് 3 ഇതിൽ കൂടി വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫുള്ളും ആൾക്കാരായിരിക്കും. നമ്മളെ ബദ്രിക്കുട്ടനാണെങ്കിൽ നേരെ കയറുന്നത് തന്നെ ഒരു ഓട്ടം പാർക്കിലേക്കാണ് കേട്ടോ. അവിടെ എത്തി ഞങ്ങൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ നടന്ന് കയറാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ആശ നേരെ ഓടിപ്പോകുന്നത് പാർക്കിലേക്കാണ്. കാര്യം അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വൈകിട്ടാകുമ്പോഴത്തേക്ക് അവിടെ വരും കേട്ടോ. പിന്നെ അവിടെ കരാട്ടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പക്ഷേങ്കിൽ അവൻ സ്കൂളിൽ കരാട്ടയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നേരെ ആ രീതിയിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ ഇവിടെ ആകുമ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്കിപ്പം കുട്ടികൾക്ക് ആയിക്കഴിഞ്ഞാലും ഇപ്പോൾ സ്ലൈഡിങ് ആയിക്കഴിഞ്ഞാലും അതല്ലെങ്കിൽ ഇങ്ങനെ കയറി പോകുന്നത്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അതായത് കുട്ടികൾക്ക് ശരിക്കും കുട്ടികൾക്കായിക്കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവർക്കായിക്കഴിഞ്ഞാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാർക്ക്. കാര്യം ജോഗിങ്, സൈക്ലിങ്, വാക്കിങ്, ജിമ്മിന് വേണ്ടവർക്ക് ജിമ്മിന് പോവാം. അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും ഇതിനകത്ത് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയില്ലേ, അതുപോലെയാണ് കേട്ടോ. അപ്പം ആശാൻ പിന്നെ പറയേണ്ട കാര്യമില്ല. കാര്യം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ ഒന്നും അവന് വേണ്ട കേട്ടോ. ഫുൾ ടൈം കളിയാണ്. ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hours നമ്മളിവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെയാണ് പോകാറുള്ളത്. ഇപ്പോൾ പിന്നെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇനി തൊട്ട് ഇച്ചിരി വരുന്ന സമയങ്ങളിൽ നമ്മൾ നോർമലി എത്തുമ്പോഴത്തേനും ഒരു 5:30 ഒക്കെ ആവാറുണ്ട്. ഇനിയിപ്പോൾ ഒരു 5 ആകുമ്പോഴേക്കെങ്കിലും ഇവിടെ പിടിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ് കാരണം തിരിച്ചു പോക്ക് ഭയങ്കര സീനായിരിക്കും. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഓരോ ദിവസങ്ങളും പോകുന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താ പറയുക, ബദ്രിക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും കേട്ടോ. ഓരോ ദിവസവും പുതിയ ഫ്രണ്ട്സാണ് കേട്ടോ. അതന്നെ ഒരു അടിപൊളിയല്ലേ. പിന്നെ എപ്പോഴും നമ്മൾ വീട്ടിനകത്ത് ഇരിക്കുന്നതിൽ നല്ലത്, ഒന്നുമില്ലെങ്കിലും ഇതുപോലെ പാർക്കിലോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ നടക്കാനൊക്കെ പോവുകയാണെങ്കിൽ നമ്മളെ ഹെൽത്തിനും മൈൻഡിനും കൂടി റിഫ്രഷ്മെൻ്റ് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ പേര് വീഡിയോസ് കാണുമ്പോൾ, കുറച്ച് പേര്, അധികം ആൾക്കാർക്കൊന്നും ഞങ്ങൾ അറിയില്ല കേട്ടോ, എങ്കിലും അറിയുന്നവർ വീഡിയോസ് കാണുമ്പം ഒത്തിരി കാര്യങ്ങളും മെസ്സേജൊക്കെ അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടികൾ. അപ്പോൾ നാളേക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടുത്തെ ഓരോ വിശേഷങ്ങൾ ഞാനിനി പതിയെ കാണിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ചില സമയത്ത് വീഡിയോസ് എടുക്കും കേട്ടോ. വീഡിയോ എടുത്തിട്ട് ഫോണിലുണ്ടോ, പക്ഷേങ്കിൽ അത് എഡിറ്റ് ചെയ്തിടാനാണ് മടി കേട്ടോ. അപ്പം ഇനി അടുത്ത ദിവസങ്ങളായിട്ട് നമ്മൾ ഇവിടുത്തെ രസകരമായ കാഴ്ചകളും ഓരോ ഏരിയകളും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹമുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിൽ കയറുന്നുണ്ടോ, ഇതൊക്കെ ഈ ഒരു ആക്ടിവിറ്റീസൊക്കെ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അടിപൊളിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അല്ലേ. ഇങ്ങനെയുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സ്ഥലവും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കാണാം കേട്ടോ.